സ്ത്രീയെ അത് ഞാൻ പറയുന്ന ആരോടാണ് പറയുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ തുറപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനും ആ ബോംബ് അങ്ങോട്ട് പൊട്ടിക്കും. ഇത്രയും നാൾ എല്ലാവരെ കൊണ്ടും പറഞ്ഞ പോലെ ആയിരിക്കരുത്. ഇത്ര നാൾ എല്ലാവരും കൊണ്ടും പറഞ്ഞ പോലെ അല്ലത്. നിങ്ങളെ വോയിസ് തന്നെ ജനങ്ങൾ മുഴുവനും കേൾക്കും. അത് ഭീഷണി തന്നെ കൊടുക്കും. എനിക്കിട്ടുണ്ടാക്കിയാൽ എന്റെ പെറ്റമ്മ സത്യമായിട്ടും അത് ഞാൻ എടുത്ത് കേൾപ്പിക്കും. അതിന്റെ പേര് എന്ത് കേസ് മുക്കാൻ വന്നാൽ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ എന്റെ സ്ത്രീകളെ എടുത്തുകൊണ്ട് പോകുന്ന എനിക്കറിയാം. ഞാൻ അങ്ങനെ പബ്ലിഷ് ചെയ്ത ലൈവ് മുക്കിയാലും മറ്റുള്ളവരുടെ മുഴുവൻ കയ്യിലേക്ക് എത്തുന്ന എനിക്കറിയാം. സ്വന്തം വീട്ടിലുള്ള മക്കളെ ഓർത്തോ. എന്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് തുറപ്പിച്ചിട്ട് തരുമ്പോൾ തിരിച്ച് എന്തെങ്കിലും ഞാൻ തുറപ്പിച്ചിട്ട് എപ്പോഴും വെക്കും. കാരണം ഇത് സോഷ്യൽ മീഡിയ എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പണിയാൻ വേണ്ടി തന്നെയാണ് ചെയ്യും. ഞാൻ എന്റെ അമ്മ സത്യമായിട്ട് ഞാൻ ചെയ്യും. ചെയ്യിപ്പിക്കല്ലേ. പെമ്മക്കൾ വീട്ടിലുണ്ടല്ലോ, പെമ്മക്കൾ വീട്ടിലില്ലേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞതുപോലെ ആയിരിക്കും ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ. അത് നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ എടുത്ത് വെച്ചൊന്നും അല്ലായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ എനിക്ക് തോന്നി പണി വന്നാലോ അതുകൊണ്ട് അവിടെ എടുത്ത് തന്ന ക്ലൂ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ സുരക്ഷിതരല്ലെങ്കിൽ സ്വന്തം പെമ്മക്കളെയും സ്വന്തവും സഹോദരിയും ഒരേപോലെ വേണ്ട. പറയുന്നില്ല, വേണ്ട വേണ്ട. അതുകൊണ്ട് നിങ്ങൾ തുറപ്പിച്ചിട്ടുണ്ടോ, നോ പ്രോബ്ലം, ഞാനും എടുക്കും. നിങ്ങൾക്ക് പറയാൻ ആകെ ഉണ്ടാവുന്നത് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അതെന്നെ ദൂർവിട അത് അതിന് മാത്രം വലിയ സംഭവങ്ങളൊന്നും എന്നെ കൊണ്ട് പറയാനില്ല. എന്തായാലും ഞാൻ ഒന്നും ചെയ്യാതെ കേട്ട പേരുദോഷത്തിൽ കൂടുതലൊന്നും പേരുദോഷങ്ങളുള്ളൂ. അല്ലാതെ കൂടിപ്പോയി നിങ്ങൾക്ക് എന്നാ എനിക്ക് സാമ്പത്തിക മോശം കുറവായിരിക്കും പറയാൻ പോകുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറയാൻ പോകുന്നത്. പക്ഷേ ഹായ് ജോസ്, ലൈക്ക് ഇട്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിട്ട് പറയില്ല. ഞാൻ ഉറപ്പായിട്ട് ഞാനായിട്ട് പറയില്ല. പക്ഷേ നിങ്ങളുടെ സൗണ്ടിൽ നിങ്ങൾ പറഞ്ഞത് അത് ഞാൻ അങ്ങോട്ട് അറിയും. സത്യമായിട്ട് ചെയ്യും. എനിക്കിട്ട് പറഞ്ഞ അമ്മ സത്യമായിട്ട് ഇനി ഒരെണ്ണത്തിന് ഞാൻ വിടിയല്ല. ഇനി മനസാക്ഷിയില്ല കേട്ടോ. ഇനി മനസാക്ഷിയില്ല. അത് മാറ്റി വെച്ചു. കുറച്ചപ്പുറത്തേക്ക് മാറ്റി വെച്ചു. എൻ്റെ മനസാക്ഷിയൊക്കെ തരും. ഞാൻ എടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്യും. എന്ത് കേസ് വന്നു ഇപ്പം എൻ്റെ ചാനലിൽ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. വേറെ ചാനൽ വാർത്തകൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അത്രയും വലിയ കഥകളോ. മക്കളെ കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ. മക്കളുടെ ലൈഫൊക്കെ നോക്ക്. നാളെ കല്യാണം പ്രായം കുട്ടികൾ കല്യാണം കഴിക്കണ്ടേ? കല്യാണം കഴിക്കേണ്ട കുട്ടികളല്ലേ. സ്വന്തം അമ്മ പറഞ്ഞ കഥകൾ അമ്മയുടെ സൗണ്ടിൽ തന്നെ പുറത്ത് ഭയങ്കര മോശമായിരിക്കും. അത് ചെയ്യിപ്പിക്കല്ലേ. നിങ്ങൾ ആ വാക്ക് അവിടെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു പറയേണ്ടി വന്നത്. ഞാൻ ഇന്ന് വരെ നിങ്ങളെ കൊണ്ട് ഒരു കാര്യം പറഞ്ഞില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ ഇന്ന് വരെ പറഞ്ഞില്ല. ചേച്ചി പറയിപ്പിക്കല്ലേ ചേച്ചി, പ്ലീസ്. അപേക്ഷ വേണ്ട, വിട്ടേക്ക്. ഇങ്ങോട്ട് ചൊറിയാതെ അങ്ങോട്ട് ചൊറിയാൻ വരികയില്ല. അങ്ങോട്ട് വരികയില്ല. അത് ഇല്ല. അതേ ഇപ്പം മനസാക്ഷി ഒന്നും ഇല്ല. ആ കാര്യത്തിലൊന്നും മനസാക്ഷിയില്ല. ഈ നമ്മളെ ഊപിച്ചിട്ട് പോയവരുടെ മുമ്പിൽ ഒരു മനസാക്ഷിയില്ല. താങ്ക് യു ചേച്ചി. ഊപിച്ചിട്ട് പോയവരുടെ മുമ്പിൽ മനസാക്ഷി ഇല്ല. ഞാൻ മാറ്റി എടുത്ത് അങ്ങ് കളഞ്ഞു. പക്ഷെ അതേ സമയത്ത് കൂടെ നിൽക്കുന്നവരെ അവർ എത്ര ആരൊക്കെ പറയുന്നത് എന്നെ അതിന്റെ പേര് ആരൊക്കെ തെളിവിച്ചിട്ടുള്ള അവരെ ചേർത്ത് തന്നെ നിർത്തുള്ളൂ. അവർ ഞാൻ ചേർത്ത് തന്നെ നിർത്തും. മാക്സിമം ഞാൻ ചേർത്ത് നിർത്തും. പക്ഷെ ഊപിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു പണിത്തിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പറയാൻ മടിക്കും. പറയാൻ തുടങ്ങി പിന്നെ ശബ്ദം എനിക്ക് തീരെയല്ല. ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ഞാൻ ഉപദ്രവിക്കും. ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് താല്പര്യം ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് എന്നോട് പറയാം. നിന്റെ ഇതുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനങ്ങ് പോവുക എന്ന് പറഞ്ഞ് ഒഴിവാക്കി അങ്ങ് പോയിക്കോളുക. നിങ്ങൾ പോയി നിങ്ങൾ വരുമ്പോൾ നോക്കുക. ഞാൻ നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വരില്ല. ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ ഒഴിവായി പോവാ. നിങ്ങളെക്കുറിച്ച് ഞാനോ എന്നെക്കുറിച്ച് നിങ്ങളോ സംസാരിക്കാൻ അവിടെ തീർന്നത്. നിങ്ങൾ നിങ്ങളുടെ പാടുമായിട്ട് ഞാൻ എന്റെ പാടുമായിട്ട് ശരിയായി. അങ്ങനെ അവനവൻ്റെ ലൈഫായിട്ട് പോട്ടെ, നോ പ്രോബ്ലം. ഒരു പ്രശ്നമില്ല എനിക്ക്. ഞാൻ ഒരിക്കലും നിങ്ങൾ തേടി പറയാൻ വരില്ല. നിങ്ങളുടെ പേര് പോലും എൻ്റെ ചാനലിൽ പോലും ഞാൻ ഉപയോഗിക്കില്ല ഒരിക്കലും. മനസ്സിലായോ? പക്ഷെ പണിതാൽ പിന്നെ എനിക്കൊരു വാശി, ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്ക്. ഭീഷണിപ്പെടുത്താൻ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഭീഷണി തന്നെ. അങ്ങനെ നിങ്ങൾ എടുക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോ. തങ്കു നോ. എനിക്കിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സമയത്ത് ചേച്ചി വിളിച്ച് പുറത്ത് നടന്നതിന്റെ സംഭവങ്ങളെല്ലാം ഞാനങ്ങ് മറക്കും. സത്യമായിട്ട് ഞാനങ്ങ് മറക്കും. ഇത്രയും കാലമായി നിങ്ങളെ ഞങ്ങളെ കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ ഇവിടെ പറയാറില്ല. ഒരിക്കലും പറയാറില്ല. പക്ഷെ പറയിപ്പിക്കരുത്. ഒന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. പേര് പറയില്ല. അത് കേൾക്കുന്ന അവർക്ക് മനസ്സിലാവും. മിനിച്ചേച്ചിയൊക്കെ മനസ്സിലായി തോന്നുന്നു. അത് കേൾക്കുന്ന അവർക്ക് മാത്രം മനസ്സിലാവുന്ന പറയുന്നത്. വേറെ ആരെയും മനസ്സിലാക്കാനല്ല പറയുന്നത്. നിർത്തിക്കോ. ഭീഷണി തന്നെയാണ്. നിർത്തിക്കളാം. പിന്നെ ഞാൻ ഏതറ്റം വരെ പോകും. അങ്ങനെയാണ്. കൂടെ നിന്നാൽ ജീവൻ തരും. ഊപിച്ച് കഴിഞ്ഞാൽ അത് സെയിം കാര്യം തന്നെ ചെയ്യും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ചവര എന്നെ കുട്ട ഷൊട്ടാന്ന് വിളിച്ച് പോയി നിന്നിട്ട് കമന്റ് എഴുതിയിട്ട് സൂചിപ്പിക്കുമ്പോഴേ കഴിഞ്ഞു പോയതൊന്നും മറക്കാതിരിക്കാൻ ഓർമ്മിച്ചോ. കഴിഞ്ഞു പോയതൊന്നും മറന്നു പോയത്. നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും പല രീതിയിലും വേണ്ടാത്ത രീതികളിലാക്കി പുറത്ത് വന്നിട്ട് ഞാൻ അനാതിരുന്നതാണ്. പക്ഷേ എനിക്കിട്ട് ഉണക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് അടക്കും. അടുത്തിടും. അടുത്തിടിപ്പിക്കല്ലേ പ്ലീസ്. വേണ്ട, വിട്ടേക്ക്. എനിക്കൊന്നും വരാനില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എനിക്കൊന്നും വരാനില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഭർത്താവല്ലാതെ നിങ്ങളുടെ അവസ്ഥ ആലോചിക്കുക. അത് നിങ്ങളുടെ വോയിസ് വെച്ചിട്ട് ഞാൻ വായിക്കൊണ്ട് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ വോയിസിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവല്ല കേൾക്കുന്ന അവസ്ഥയെ ഭയങ്കര മോശമല്ലേ? അല്ലേ? ഭർത്താവ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫോൺ ഇട്ട് ഓടുന്ന ഗതികേടല്ലേ? അപ്പൊ അത്രയും ഭയക്കുന്നില്ലേ? അല്ലേ? അപ്പൊ സ്വന്തം കുടുംബക്കാര് എന്ത് ചെയ്യും? ഭയങ്കര മോശമായിരിക്കും. കാരണം കല്യാണം കഴിക്കുന്ന മക്കളല്ലേ. അതുകൊണ്ട് വിട്ടേക്കല്ലേ, അവർ പൊക്കോട്ടെ കേട്ടോ. എനിക്ക് അങ്ങനെ എടുത്തു വെക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ കോളില്ലേ എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ അനുചേച്ചി? അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വാക്ക് എൻ്റെ വായിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ കുടുംബം തന്നെ ഇല്ലാണ്ടായി പോകും. നിസ്സാര കാര്യമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ പല പ്രേമോ അഭിഹിതമൊന്നുമല്ല. അത്രയും വലിയ സംഭവങ്ങളാണ്. പക്ഷേ വേണ്ട. രമ്യ നേരിട്ട് കാണാൻ ഒരു സൂപ്പർ തൈകൂടി ഇവിടെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ എപ്പം ഇതിനാന്ന് പറയുന്നത് എന്താ രമ്യ നോക്കി എന്തൊരു പ്രത്യേകത. ആ പ്രത്യേകത അപ്പം വേണ്ട, നമുക്കിത് വേണ്ട. അത് തീർച്ചയായിട്ടും വിട്ടാ ചില കാര്യങ്ങൾ നമുക്ക് സൂക്ഷിച്ചു വെക്കും. പക്ഷേ ജോൺസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല വിട്ടാ ചെയ്യുക. ജോൺസ് എന്തെങ്കിലും പറഞ്ഞ് എനിക്കുണ്ടാക്കുന്നത് ഞാൻ നേരെ ജോൺസിൻ്റെ വീട്ടിൽ കയറുന്നതാണ് കൊടുക്കും. ഇത് പിന്നെ കേരളത്തിൽ പുറത്തായി നമുക്ക് അവിടെ വരെ പോകാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ.
മുടിയിൽ ഒരു പച്ച കളർ അടിക്കായിരുന്നു. വേണ്ട നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്ത് വിട്ടേക്ക് ചേച്ചി. വേണ്ടാന്ന് വിചാരിച്ചു അല്ല. ആ സമയത്തില്ലേ, ആ സമയത്ത് എൻ്റെ ഫോൺ കോൾ റെക്കോർഡിംഗ് ആയിരുന്നു. കോൾ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ കോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കില്ല. ഈ റെക്കോർഡിംഗ് വേണ്ടെങ്കിൽ ഇത് ഓഫ് ആക്കിയിരുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്നെ ഒന്നും ചെയ്തിട്ടില്ല. കുളിച്ചു പറഞ്ഞിരുന്നു എന്നെ അതിതാക്കി കളഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് വന്ന സകലമായ കോൾസ് ഒരു സമയത്ത് വന്നേ സകല കോൾസ് ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആയിരുന്നു ഫോണിൽ. ലാസ്റ്റ് എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അതുകൊണ്ട് അത് ഒരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയതാണ് മൊത്തം. അതുകൊണ്ട് ഞാൻ ഇത് റെക്കോർഡിംഗ് അങ്ങ് ഇതാക്കി കളഞ്ഞു. കാരണം ഫോണിൽ മെമ്മറി ഫുൾ ആയി പോകുന്നുണ്ട്, റെക്കോർഡിംഗ് ഒഴിവാക്കി കളഞ്ഞാൽ. മനസ്സിലായോ? റെക്കോർഡിങ്ങുകളൊക്കെ എല്ലാം ഇതാക്കി റെക്കോർഡിംഗ് ഒക്കെ ആപ്പേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കുമല്ലോ ചേച്ചി. നമ്മൾ ഒരാളോട് വിശ്വസിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒന്നും മുടി ചീകിട്ടില്ല ചേച്ചി, ചീകിട്ടില്ല. കുളിച്ച് തോർത്തി അങ്ങനെ വന്നിരുന്നു. പിന്നെ പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് നല്ല പണി കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒരു പരിധി കഴിയുമ്പോഴേക്കും നമ്മുടെ സേഫ്റ്റി നോക്കില്ല. നിങ്ങൾ ആരും ഉപയോഗിക്കാൻ ഞാൻ കൈവിട്ട് ഇന്ന് വരെ ഒരാളുടെ നമ്പർ പോലും വേറെ ആക്കി ഞാൻ കൊടുത്തിട്ടില്ല. മനസ്സിലായോ? ഒരാളുടെ നമ്പർ വേറെ ആൾക്ക് കൈമാറാനോ അല്ലെങ്കിൽ ഒരാളുടെ വോയിസ് വേറെ ആക്കിയിട്ട് പിന്നെ ഇതാണ് പറയുന്നത് നോർമൽ കോൾ വിളിക്കുന്നത്. എനിക്കൊരു സ്റ്റോറേജ് ഇല്ല ഫോണിന്. ഫോൺ സ്റ്റോറേജ് ആയി അവൾ അങ്ങനെ ഇങ്ങനെയായിരുന്നു പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, എനിക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലോ എന്ന് വെച്ചിട്ട് നമ്മൾ എന്നും നമ്മളെടുത്ത് ഒരാളെ മനസ്സിലായോ? ചവറിനെ സൂപ്പിക്കുന്നുണ്ടെ സൂപ്പിക്കേ, നിങ്ങൾ സൂപ്പിക്കേ, നോ പ്രോബ്ലം. എനിക്കൊരു പണിയാൻ പണിത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കമന്റിനുള്ള മറുപടി മാത്രം ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾ എന്നെ ഒന്നും വളർത്താനില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അത് വേറെ രീതിയിൽ പല രീതിയിൽ വളച്ചൊടിച്ചിട്ട് വൃത്തികെട്ട രീതിയിലാക്കി പുറത്ത് വന്നിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ ഒരിക്കൽ ചേച്ചി എന്ന് വിളിച്ചു പോയി എന്ന് വെച്ചിട്ട് ഇപ്പം എനിക്ക് അങ്ങനത്തെ മനസ്സാക്ഷിയൊന്നും ഇല്ല കേട്ടോ. ഇനി നിങ്ങൾ ഛർദ്ദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എടുത്തിടും. നിങ്ങളുടെ വായി കൊണ്ട് ഛർദ്ദിപ്പിക്കും ഞാൻ. നിങ്ങളുടെ സൗണ്ടിൽ ഞാൻ നിങ്ങളുടെ ഛർദ്ദി മുഴുവൻ ഞാൻ ലോകം മുഴുവൻ ഞാൻ കേൾപ്പിക്കും. സത്യമായിട്ട് ഞാൻ കേൾപ്പിക്കും. മനസ്സിലായോ? ഞാൻ നല്ല അപൂർവ കയറാൻ പോവുക. അപൂർവയിൽ